ധ്യാനിനും പ്രണവിനും വിനീതിനും അപ്പുറം നിവിൻ പോളി സ്കോർ ചെയ്ത ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന ഈ സിനിമ ക്രിഞ്ചെന്നും പൈങ്കിളിയെന്നും എല്ലാം പഴികേട്ടേക്കാം. എങ്കിലും തിയേറ്ററിലെത്തുന്ന ഭൂരിഭാഗത്തെയും എൻജോയ് ചെയ്യിപ്പിക്കുന്ന വിനീത് മാജിക് കുറേയിടത്തെങ്കിലും ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സൗഹൃദവും നൊസ്റ്റാൾജിയും സംഗീതവും പിന്നെ ഒരുപാട് സിനിമയും ചേർത്തൊരു സിനിമയാണ്. ഇമോഷണൽ ഡ്രാമ ഓണറിലെത്തുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസന്റെ മുൻ ചിത്രങ്ങളെ പോലെ തന്നെ കോമഡിക്കും പഴയകാല സിനിമകളുടെ റെഫറൻസിനും വലിയ പ്രാധാന്യമുണ്ട്. മോഹൻലാലും ശ്രീനിവാസനും തുടങ്ങി പലരും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടിയെത്തും. സിനിമാ മോഹവുമായി കോടമ്പാകത്തേക്ക് എത്തുന്നവരും അവിടെ നിന്ന് കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വിജയിച്ചു കയറുന്നവരും എവിടെയും എത്താതെ പോകുന്നവരുമെല്ലാം വർഷങ്ങൾക്ക് ശേഷത്തിൽ കയറി ഇറങ്ങി പോകുന്നുണ്ട്. സിനിമാ നിർമ്മാണത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് ആഴത്തിലേക്ക് പോവുക എന്നതിനേക്കാൾ വേണു, മുരളി എന്നീ രണ്ട് കൂട്ടുകാരുടെ സൗഹൃദവും അതിന് പശ്ചാത്തലം ഒരുക്കുന്ന സിനിമയുമാണ് ചിത്രത്തിലുള്ളത്. അതിനൊപ്പം മലയാളത്തിലെ പഴയ സിനിമാ കാലത്തെക്കുറിച്ചിട്ടുള്ള കഥകളും സമകാലിക സിനിമയിലെ കുറച്ച് ചർച്ചാ വിഷയങ്ങളും വൈറൽ ട്രെൻഡുകളും ഒക്കെ കടന്നു വരുന്നുണ്ട്. വേണുവാകുന്ന ധ്യാനിന്റെയും മുരളിയാകുന്ന പ്രണവിന്റെയും കഥാപാത്രങ്ങളിലെ കോമ്പിനേഷൻ സീനുകൾ, പ്രത്യേകിച്ച് രണ്ടാം പകുതിയിലെ രംഗങ്ങളിലെ കോമഡിയും കൗണ്ടറുകളും സ്ക്രിപ്റ്റിലെ മികച്ച ഭാഗങ്ങളാണ്. 1 മീറ്റർ മാറിയിരുന്നെങ്കിൽ തീരെ വർക്കാകാതെ പോകുമായിരുന്ന കോമഡികളെയാണ് സ്ക്രിപ്റ്റിൽ വളരെ കൃത്യതയോടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഈ പെർഫോമൻസുകളും മികച്ചു നിൽക്കുന്നുണ്ട്. ആദ്യ പകുതിയിലെ ഇരുവരുടെയും ഇമോഷണൽ രംഗങ്ങളും ഇതുപോലെ മികച്ച മേക്കിംഗ് വരുന്ന സീനുകളാണ്. ഫാസ്റ്റ് പേസിലുള്ള ഡയലോഗുകളും എഡിറ്റും വരുന്ന ഒന്നിലധികം കോമഡി രംഗങ്ങൾ ഈ ചിത്രത്തിൽ കാണാം. ധ്യാനിന്റെ കുട്ടിക്കാലം, ഷാൻ റഹ്മാൻ, അജു വർഗീസ്, നിവിൻ പോളി ഇവരുടെയൊക്കെ സീനുകളിൽ ഈ ഒരു പാറ്റേൺ കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ റീൽസ് എന്നൊരു ട്രെൻഡും റിതമിക് കോമഡിയും ഒക്കെ ചേർത്ത് ഇത്തവണ വിനീത് പരീക്ഷിച്ചിരിക്കുന്ന ഒരു പുതിയ ടെക്നിക്കായിരിക്കും ഇത്. സിനിമയുടെ നീളവും നീണ്ട വർഷങ്ങളിലായി പടർന്നു കിടക്കുന്ന കഥയുമാണ് വർഷങ്ങൾക്ക് ശേഷം എന്നൊരു ചിത്രത്തിന് വലിയ വെല്ലുവിളിയാവുന്നത്. പ്രധാന കഥാപാത്രങ്ങൾ സ്കൂൾ, കോളേജ് കാലം മുതൽ വൃദ്ധരാകുന്നത് വരെയുള്ള നാളുകൾ ഈ സിനിമയിലുണ്ട്. ധ്യാനും പ്രണവും ഗെറ്റപ്പുകൾ കൊണ്ട് പരമാവധി കൺവിൻസിംഗ് ആയി ഇവയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. റോണക് സേവ്യർ മേക്കപ്പിലും ദിവ്യ ജോർജ് കോസ്റ്റ്യൂംസിലും ഒക്കെ മികച്ച വർക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വലിയ പ്ലോട്ട് പലപ്പോഴും അത്ര വിജയിക്കുന്നില്ല. മറ്റൊരു കാര്യം, ആദ്യ പകുതി തീരുമ്പോൾ തന്നെ വലിയൊരു സിനിമ കണ്ടു തീർന്നതായി തോന്നുമെന്നതാണ്. കലങ്ങി മറിഞ്ഞെത്തുന്ന ഒരു ഇമോഷണൽ ജേർണി ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിയുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിലൂടെ കഥ പറയുന്ന രീതി തെരഞ്ഞെടുത്തതും നറേറ്റീവിനെ കുറച്ച് വീക്കാക്കുന്നുണ്ട്. മറ്റൊന്ന്, ക്രിഞ്ച് അടുപ്പിക്കുന്ന ഡയലോഗുകളും നന്മയും സ്നേഹവും വാരിക്കോരി വിതറുന്ന സന്ദർഭങ്ങളാണ്. പക്ഷെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിനീത് തൻ്റെതായിട്ടുള്ള ശൈലിയിൽ പറയുമ്പോൾ ഇതിനെല്ലാം വലിയൊരു കൂട്ടം ആസ്വാദകര് തിയേറ്ററിൽ തന്നെ ഉണ്ടായേക്കാം. സിനിമയിൽ സൗഹൃദത്തിനും പ്രണയത്തിനും ഒക്കെ വിള്ളൽ വീഴുന്നതിന് കാരണമാകുന്ന ചില സന്ദർഭങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അവ ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല. പല വിടപറച്ചിലുകളും വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലുകളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്ന ഇമ്പാക്റ്റ് പല രംഗങ്ങളും ഉണ്ടാക്കുന്നില്ല. സിനിമയിലെ ക്യാരക്ടേഴ്സും അവരുടെ പെർഫോമൻസുമാണ് വർഷങ്ങൾക്ക് ശേഷത്തിലെ ഒരു പ്രധാന പോസിറ്റീവ്. ട്രെയിലറിൽ കണ്ടതുപോലെ ധ്യാനിന്റെ വേണുവും പ്രണവിന്റെ മുരളിയും തന്നെയാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. കോളേജ് കാലം മുതൽ വാർദ്ധക്യം വരെ ഇരുവർക്കും കഥാപാത്ര സൃഷ്ടിയുമുണ്ട്. പ്രണവിന്റെ മുൻ സിനിമകളിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ള പ്രകടനമാണ് ചിത്രത്തിലുള്ളത്. പക്ഷെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവതരണത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പ്രണവിന് കഴിയുന്നില്ല. പ്രണവിന് മാത്രം ഡയലോഗിൽ ഒരു സ്ലാങ്ങും ഇല്ലാത്തതും കല്ലുകടിയാണ്. പക്ഷെ ആ കഥാപാത്രത്തെ ഒരു സഞ്ചാരിയുടെ ഓറയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് അത്രമേൽ പ്രശ്നമാവുന്നില്ല. എന്നാൽ ധ്യാൻ ട്രെയിലർ പ്രോമിസ് ചെയ്തതുപോലെ ഗംഭീരമായിട്ടുള്ള പ്രകടനം നടത്തുന്നുണ്ട്. സ്കൂൾ കാലം മുതൽ വൃദ്ധനാകുന്നത് വരെയുള്ള വിവിധ കാലഘട്ടങ്ങളെ ഗെറ്റപ്പ് കൊണ്ട് മാത്രമല്ല ശരീരഭാഷയിലും ഡയലോഗ് ഡെലിവറിയിലുമെല്ലാം വേഗത കൂട്ടിയും കുറച്ചും ധ്യാൻ മികച്ചതാക്കുന്നുണ്ട്. ഇവരെ കൂടാതെ ബേസിൽ, നീരജ് മാധവ്, ഷാൻ റഹ്മാൻ, കല്യാണി പ്രിയദർശൻ, അജു വർഗീസ്, നിത പിള്ള എന്ന് തുടങ്ങി ഒരു പറ്റം അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട്. ഒരു താരം അതിഥിവേഷത്തിൽ എത്തുന്ന ചിത്രങ്ങളെല്ലാം സമീപകാലത്ത് വിജയിക്കുന്നുണ്ട്. അതിന്റെ പേരിലാണോ എന്നറിയില്ല, ഒരു പ്രമുഖ താരവും ഈ ചിത്രത്തിലെ കാമിയോ റോളിൽ എത്തുന്നുണ്ട്. എന്നാൽ ഇവരെക്കാൾ എല്ലാം മുകളിൽ എക്സ്റ്റെൻഡഡ് കാമിയോ വേഷത്തിലൂടെ താൻ വരുന്ന കുറഞ്ഞ സീനുകൾ കൊണ്ട് ചിത്രത്തെ മുഴുവൻ തൻ്റേതാക്കി മാറ്റുന്നത് നിവിൻ പോളിയാണ്. യുവനടന്മാരിൽ ഏറ്റവും മികച്ച കോമഡി ടൈമിംഗ് ഉള്ള നടൻ താനാണെന്ന് നിവിൻ ചിത്രത്തിലൂടെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. നിവിൻ തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടി ആവുന്നുണ്ട് ഈ സിനിമ. ഇക്കഴിഞ്ഞ നാളുകളിൽ നടനെതിരെ ഉയർന്ന വിമർശനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയലോഗുകൾ സിനിമയുടെ ഹൈലൈറ്റ് ആണ്. സ്വയം വിമർശനപരമായി കൂടിയാണ് ചിത്രത്തിൽ താരം എത്തുന്നത്.
ഈ സിനിമയിൽ കഥാപാത്രങ്ങളോളം തന്നെ പ്രാധാന്യമുള്ള ഒരു പാട്ട് കൂടിയുണ്ട്, ജ്ഞാപകം. സിനിമയിലുടനീളം കടന്നു വരുന്നതും പ്ലോട്ടിൽ പ്രധാന വഴിത്തിരിവ് സൃഷ്ടിക്കുന്നതുമെല്ലാം ഈ ഒരു പാട്ടാണ്. ആദ്യ സിനിമയിലൂടെ അമൃത് രാംനാഥിന്റെ മ്യൂസിക് ഹൃദയത്തിൽ തറയ്ക്കുന്നുണ്ട്. പ്രണവ് അവതരിപ്പിച്ച മുരളിയുമായി സംഗീതത്തെ ആഴത്തിൽ അസോസിയേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റിലെ സന്ദർഭങ്ങളും അതുമായി ബന്ധപ്പെട്ട കഥാപാത്ര സൃഷ്ടിയും അത്രയൊന്നും മികച്ചു നിൽക്കുന്നില്ലെങ്കിലും ഈ ഒരു പാട്ടും അതിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ പ്ലേസ്മെന്റും ആ ഒരു കുറവ് ഒരു പരിധി വരെ നികത്തുന്നുണ്ട്. വിവിധ കാലഘട്ടങ്ങളെ കുറിക്കുന്നതും ഇൻസ്ട്രുമെന്റ്സിന് പ്രാധാന്യം നൽകുന്നതുമായിട്ടുള്ള മ്യൂസിക്കാണ് സിനിമയിലുള്ളത്. വിശ്വജിത്തിന്റെ ക്യാമറ തലശ്ശേരിയെയും കോടമ്പാക്കത്തെയും ഒക്കെ മനോഹരമായി പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ കളർ ടോണും വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉടനീളം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിൽ നിന്നും അതിൻ്റെ എല്ലാ ചേരുവകളും മേമ്പൊടികളും ചേർത്തൊരുക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അവ കാണാൻ കാത്തിരിക്കുന്നവരെ ചിത്രം നിരാശപ്പെടുത്തിയേക്കില്ല. എന്നാൽ സിനിമാറ്റിക്കലി തന്നെ ചെറുതല്ലാത്ത വിമർശനങ്ങളും ഈ സിനിമയ്ക്ക് നേരെ ഉയരും. പലതും ഗിമ്മിക്കുകളായി മാത്രം ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തേക്കാം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടവർ തീർച്ചയായും സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പങ്കുവയ്ക്കണം.